മീൻ മുറിച്ച് റെഡിയാക്കിയാ ഇങ്ങോട്ട് താ തേങ്ങ വെള്ളം താ ഇങ്ങോട്ട് ഇങ്ങനെയാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ കോലമീനിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നെ. അപ്പൊ ലത എന്നാ വലിയ മീൻ മുറിക്കൂല അല്ലേ? അപ്പൊ ഞാൻ തന്നെ പീസാക്കി കേട്ടാ. നല്ല പറ്റി കഴുകിയിട വെച്ചിട്ടുണ്ട്. എങ്ങനെ ആക്കുന്ന കറി? വറുത്തരച്ചിട്ടാക്കുന്നു. എന്നാ പിന്നെ പെട്ടെന്ന് പരിപാടി നോക്കട്ടെ. ആദ്യം എന്നാന്ന് നമുക്ക് മസാലയെല്ലാം പെരക്കി വെക്കാം. എന്നാ പിന്നെ മസാല പെരക്കി വെക്കും. നമ്മൾ കൊയല മീൻ അങ്ങ് ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി. നല്ല കോമഡി ഉണ്ട്. മുളക് പൊടി നോക്കുമ്പോ കാശ്മീരി മുളക് പൊടി ഇല്ല. അത് അപ്പം തറവാട്ടിൽ പോയിട്ട് ഏർത്തിയോട് വാങ്ങിച്ചു വന്നേ. കാശ്മീരി ഒന്നല്ല, സാധാരണ ഇവിടെ കുറച്ചുണ്ട്. പക്ഷെ ഇത് ഭയങ്കര എരിവാണ്. എരിഞ്ഞിട്ട് ഭയങ്കര എരിവാണ്. കുറച്ചിട കേട്ടോ, കുറച്ചിട്. കാശ്മീരെ കുറച്ച് കൂടുതൽ ഇടാ. ഭയങ്കര എരിവായിരിക്കും. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഞാൻ എന്നെ പെരക്കിയെടുക്കാം. മസാല ഒന്ന് പിടിപ്പിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് തേങ്ങയിലൊന്ന് വറക്കാനാക്കണം അല്ലേ? ഇതിവിടെ കിടക്കട്ട്. അപ്പോൾ ഏകദേശം ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ടേ. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള, കുറച്ച് ഇഞ്ചി കഷ്ണം, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കുറച്ച് പുളിവെള്ളം അല്ലേ? പുളിവെള്ളം ഒഴിക്കാം. വാളംപുളിയാണ്. നമ്മളിങ്ങോട്ട് വാളംപുളി അധികം ഒഴിക്കല്ലേ. അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വെക്കണേ. ഇത് അടുപ്പത്ത് വെക്കാം. മതിയോ? വെള്ളം മതിയോ? അപ്പം ഇന്ന് വിറകടുപ്പിലാക്കുന്നേ. വെറുതെ കുറച്ച് പറക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇല്ല അതാ കത്തുന്ന് പറഞ്ഞേ. ഇന്നല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ നല്ലോണം കത്തുന്നുണ്ട്. വാ വാ വാ, നല്ലോണം കത്തുന്നു. വെച്ച നല്ലോണം കത്തുന്നു പറഞ്ഞേ. അപ്പൊ എന്നാ നമ്മളെ മീൻ അടുപ്പത്ത് വെച്ച് കൊടുക്ക. ആദ്യം നീ അധികം ഇതാക്കല്ല. ഇനി എന്നാല് തേങ്ങ വറക്കാനാക്കാം അല്ല? കുറച്ചിട്ട് വെച്ചോ. നല്ലോണം കത്തുന്നു കേട്ടോ, ഭയങ്കര കത്തല്. ഇപ്പൊ എന്തായി നോക്കട്ടെ. കുറച്ച് സമയമായി. അപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇതൊന്നും എടുത്തു വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ തേങ്ങ വറക്കാനുണ്ട്. അല്ല ഇത് വെറ്റി അടിക്ക് പിടിക്കും അല്ലേ? നല്ല മണം അല്ലേ? നീ ഇന്ന് കളിക്കുന്ന കുറേ സമയമായില്ല? കിടക്കട്ടെ. തേങ്ങ അങ്ങോട്ട് ശരി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 2-3 വെളുത്തുള്ളി, 4-5 ചെറിയ ഉള്ളിയെ അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ ഏകദേശം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ കുറച്ച് ജീരകവും കുറച്ച് ഉലുവി, ലേശം ഇല്ലുവേ, ലേശം ഇച്ചിരി, കുറച്ച് മുളക് പൊടിയാ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയാ. അപ്പോൾ ഇതിനി എടുക്കാം. തണിയട്ടെല്ലാം തണിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല കളർ തോന്നി അല്ലേ?
അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിൻ്റെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പൊട്ടിക്കാണ്ട് ഇളക്ക്, അങ്ങനെ പൊട്ടൂല. ഇനി നമ്മുടെ അരപ്പ് കിടന്നിട്ട് ഒന്ന് അരപ്പും മീനെല്ലാം ഒന്നും കൂടെ വേവട്ടെ അല്ലേ. അങ്ങനെ നമ്മുടെ കോയല മീൻ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി പച്ചവെളിച്ചെണ്ണ ഒഴിക്കണോ? വേണ്ട അല്ലേ. കറിവേപ്പിലയും വേണ്ട അല്ലേ. കറിവേപ്പില ഇല്ല കേട്ടോ, ഇനി രാത്രി പോയി പറിക്കാൻ കഴിയില്ല. ഒന്നുണ്ട് എന്നാൽ അതിട്ട് പേരിന് മാത്രം ലേശം കറിവേപ്പില. അതങ്ങനെ തലയിലെല്ലാം കെട്ടിയിട്ടുണ്ട്. എടുത്തു നോക്കലായി കേട്ടാ. വലിയ കുക്കിംഗ് ഇങ്ങനെ കെട്ടുന്നതാണ് അല്ലേ. ഭയങ്കര തണുപ്പ് കിട്ടാണ്ടമ്മോ. എടുത്തു നോക്ക്. നല്ല തണുപ്പിലെ സമയത്ത് നല്ല വറുത്തരച്ച കോയലമീൻ കറിയും കൂട്ടി ചോറ് കഴിക്കാൻ എടുത്തു വെച്ചു. ഇതൊന്ന് കുളിക്കാൻ വേണ്ടിട്ടാ. ഭയങ്കര തണുപ്പ്. എന്നാ പിന്നെ അതൊക്കെ ചോറ് തന്നെ കേട്ടാ. അങ്ങനെ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി കുറച്ച് ചാറ് വയ്ക്കും. ചാറ് മതി. ആദ്യം നമ്മുടെ ചാറെന്തോ നോക്കട്ടെ. കഷ്ണം കോയയുടെ കറി മസാല ടേസ്റ്റ് ഉണ്ട്. വലിയൊരുന്നില്ല കേട്ടോ. മുള്ളുണ്ട്. നല്ല ചൂട്. അച്ഛന് നാളെ കൊണ്ട് കൊടുക്കാം. അച്ഛൻ ചോറ് വെച്ചിട്ടുണ്ടാവും അല്ലേ, ചപ്പാത്തി വെച്ചിട്ടുണ്ടാവും അല്ലേ. സമയം വൈകി പോയി കേട്ടാ. എന്നാൽ പിള്ളേർക്ക് ട്യൂഷൻ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് അവരുടെ കൊണ്ടാക്കുമ്പോൾ തന്നെ സമയമാവും അല്ലേ. എന്നാ പിന്നെ കഴിക്കട്ടെ.